ഗുഡ് ഈവനിങ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ആദ്യത്തെ 2 ക്ലാസ്സിൽ നമ്മൾ 2 എക്സ്ട്രീം ആയിട്ടുള്ള മാർക്കറ്റ് സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, രണ്ടാമത് മോണോപ്പൊളി. പക്ഷെ ഇത് രണ്ടും എക്സ്ട്രീംസ് ആണ്. വളരെ റെയർ ആയിട്ടാണ് ഈ 2 കണ്ടീഷൻസും ഉള്ള വിപണി ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത്. In actual fact, what we find is a mixture of ഇത് രണ്ടിൻ്റെയും ഒരു മിക്സ്ചർ ആണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർ പരസ്പരം മത്സരിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിക്കാനായിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സ്ചർ, ഒരു മൊണോപ്പൊളിയുടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപ്പൊളിയുടെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. കാരണം പ്യുവർ മൊണോപ്പൊളി വളരെ റെയറാണ്, പ്യുവർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വളരെ റെയറാണ്. ബട്ട് വാട്ട് വി ആക്ച്വലി ഫൈൻഡ് ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത്, ഓരോ ഉൽപാദകനും എന്തുമാത്രം ഉൽപാദനം ഉണ്ടാകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന, ഡിസിഷൻസ് എടുക്കുകയും ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ്? It is a market situation in which there are large number of firms. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഒരു സ്വഭാവവിശേഷതയാണത്. ലാർജ് നമ്പർ ഓഫ് ഫേംസ് വിച്ച് സെൽ. അടുത്തതാണ് മൊണോപ്പൊളിയുടെ ഒരു പ്രവണത അതിനകത്ത് വരുന്നത്, വിച്ച് സെൽ ക്ലോസ്ലി റിലേറ്റഡ് ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്. മൊണോപ്പൊളി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു മൊണോപ്പൊളിക്ക് പ്രൊഡക്റ്റിന് യാതൊരു വിധത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. മൊണോപ്പൊളി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് മേടിക്കുകയാണെങ്കിൽ അത് തന്നെ മേടിക്കണം, അതിന് ക്ലോസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. നേരെ മറിച്ച് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ധാരാളം വിൽപ്പനക്കാരുള്ള കാരണം അവരെല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്നതും വിൽക്കുന്നതും വസ്തുക്കളെല്ലാം ഒരേപോലത്തെ അല്ല, ഹൊമോജീനിയസ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ധാരാളം ഉൽപ്പാദകർ വിപണിയിൽ ഉണ്ടെങ്കിൽ പോലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും. അതിനെ പറഞ്ഞത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വിപണിയിൽ ധാരാളം സോപ്പുകളുണ്ട്. ലക്സ് സോപ്പുണ്ട്, റെക്സോണ സോപ്പുണ്ട്, ഡൗ ഉണ്ട്, പിന്നെ ഗോദ്രേജ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഇഷ്ടമോ എന്നെക്കാട്ടിയും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡിനോട് ചിലപ്പോൾ കുറച്ച് ലോയൽറ്റി ഉണ്ടാവും. ഇപ്പോൾ പലവരും നമ്മളൊരു പ്രൊവിഷൻ സ്റ്റോറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു സോപ്പ് തരാനുള്ള പറഞ്ഞത്, ഒരു ലക്സ് സോപ്പ് തരാൻ, ഒരു റെക്സോണ സോപ്പ് തരാൻ, അല്ലെങ്കിൽ ഒരു ഗോദ്രേജ് സോപ്പ് തരാൻ, അല്ലെങ്കിൽ ഒരു ലൈബോയ് സോപ്പ് തരാനാണ് അവർ പറയുന്നത്. സോ ദേ ആർ അവെയർ. ഇതെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞുതരാം, എങ്ങനെയാണ് ഇവർ ബോധവാന്മാരായത് എന്ന് ഞാൻ ഇത് പിന്നീട് പറഞ്ഞുതരാം. സോ ക്ലോസ്ലി റിലേറ്റഡ് ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്. അപ്പോൾ സോപ്പുകളുണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, നമുക്കറിയാം ഡാബർ ഉണ്ട്, കോൾഗേറ്റ് ഉണ്ട്, അതിൽ പെപ്സോഡന്റ് ഉണ്ട്, അതുപോലെ ധാരാളം ബ്രാൻഡ് ടൂത്ത് പേസ്റ്റുകളുണ്ട്. ഇപ്പോൾ എയർ കണ്ടീഷൻസ് തന്നെ പല പല പേരിലും പല പല ബ്രാൻഡിലും എയർ കണ്ടീഷനേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇനി എന്താണ് ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ പ്രത്യേകത? ഒന്ന് നമ്മൾ പറഞ്ഞു, a firm under monopolistic competition enjoys a monopoly position as far as a particular brand is concerned. This is very important. സാർ എന്താണ് ഇങ്ങനെ പറയുന്നത്? മൊണോപ്പൊളി ഉണ്ട്. പക്ഷേ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ലക്സ് സോപ്പ് ഹിന്ദുസ്ഥാൻ ലിവറിനല്ലാതെ വേറെ ആർക്കും ആ പേരിൽ ഈ വിപണിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വിൽക്കാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് ലക്സ് സോപ്പിൽ മൊണോപ്പൊളി ഉണ്ട്. ഡാബർ ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഗോദ്രേജ് ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ,
ആ ഉൽപ്പന്നങ്ങളുടെ പേരിൽ മറ്റു ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ആർക്കും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ ഉൽപാദകനും അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് പൂർണ്ണമായിട്ടുള്ള കുത്തക അവകാശമുണ്ട്. So enjoys monopoly position as far as a particular brand. സോപ്പിന്റെ എല്ലാ സോപ്പിന്റെയും കുത്തകാവകാശം പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനില്ല. അവർ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് മാത്രമേ അവർക്ക് കുത്തകാവകാശമുള്ളൂ. മറ്റ് ധാരാളം ഉൽപാദകരുണ്ടെന്ന് പറഞ്ഞ് ഉൽപ്പന്നം ഉണ്ടാകുന്ന ഉൽപാദനം ഉണ്ടാക്കുന്ന ധാരാളം ഉൽപാദകരുണ്ട്. അവർ ഓരോരുത്തരും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് അവർക്ക് ഓരോരുത്തർക്കും കുത്തകാവകാശമുണ്ട്. ആ ബ്രാൻഡിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രാൻഡിൽ മറ്റൊരാൾക്കും പിന്നെ ആ ബ്രാൻഡിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് യു ക്യാൻ പ്രൊഡ്യൂസ് ലക്സ് സോപ്പിന് ഉൽപ്പാദിപ്പിച്ച് പേര് കൊടുക്കുന്നതിന് പകരമായിട്ട് ലക്സി എന്നും പറഞ്ഞിട്ട് ഒരു സോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാം. നോബഡി വിൽ ക്വസ്റ്റ്യൻ യു അബൌട്ട് ദാറ്റ്. പക്ഷെ ലക്സിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത് ബ്രാൻഡായിട്ടുള്ള കാര്യമാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തി ആരാണ്, അവർക്ക് മാത്രമേ ഇതിന് കുത്തകാവകാശം കൊടുത്തിട്ടുള്ളൂ. രണ്ടാമത്, വേരിയസ് ബ്രാൻഡ്സ് ആർ ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ദെർഫോർ അവരുടെ മൊണോപ്പൊളി പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം അതേഴ്സ്. അപ്പോൾ വിപണിയിൽ ഒരു വസ്തു മാത്രമല്ല, ആ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഒരേപോലത്തെ അല്ല. ഡിഫറൻഷിയേറ്റഡ് കളറിലോ ടേസ്റ്റിലോ പാക്കിങ്ങിലോ സ്മെല്ലിലോ എന്തെങ്കിലും സെയിം പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. ഐസ്ക്രീം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നു. ഐസ്ക്രീം, സോപ്പുകൾ എല്ലാം തന്നെ ഫോർ എക്സാമ്പിൾ ഒരേ കമ്പനി തന്നെ വിവിധ ഒരേ വസ്തു ഉൽപ്പാദിപ്പിക്കുകയും അത് വിവിധ വിലയ്ക്കും വിവിധ പേരിൽ അവർ വിപണിയിൽ എത്തിക്കുകയും ചെയ്യും. ഇതെല്ലാത്തിനും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ നെസ്ലെ, they are producing different types of varieties of goods and selling in different places in different brand name. പക്ഷെ ആരുടെ പ്രൊഡക്റ്റ് ആണ്? നെസ്ലയുടെ പ്രൊഡക്റ്റ്. ഗോദ്രേജ് അതുപോലെ തന്നെ ആരുടെ പ്രൊഡക്റ്റ് ആണ്? ഗോദ്രേജിന്റെ പ്രൊഡക്റ്റ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓയില്, സോപ്പ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ അവർ മൊണോപ്പൊളിയാണ്. ഇത് ആരുടെ പ്രൊഡക്റ്റ് ആണ്? ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ പ്രൊഡക്റ്റ് ആണ്. Now that all these companies which I am telling you, they are all multinational companies which are not actually exclusively which is located in India but also outside India. It is an international brand. Then examples of monopolistic competition, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കോൾഗേറ്റ്, പെപ്സോഡന്റ്, നീം, ബാബൂൾ, ഇതെല്ലാം ടൂത്ത് പേസ്റ്റുകളാണ്. പക്ഷെ പെപ്സോഡന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകന് മൊണോപ്പൊളി ഉണ്ട്. കോൾഗേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകന് മൊണോപ്പൊളി ഉണ്ട്. നീം ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്ക് മൊണോപ്പൊളി ഉണ്ട്. ബാബൂൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിക്കും അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള മൊണോപ്പൊളി ഉണ്ട്, കുത്തകയുണ്ട്. So market for the toothpaste seems to be full of competition. ഇപ്പൊ ടൂത്ത് പേസ്റ്റ് ഞാൻ 4 ഉദാഹരണമാണ് പറഞ്ഞു തന്നത്, ഇനിയുമുണ്ട്. അപ്പോ ടൂത്ത് പേസ്റ്റിന്റെ മാർക്കറ്റിൽ there is a full of competition with thousands of brands and freedom of entry. ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. വേറെ ഒരു പുതിയ ബ്രാൻഡായിട്ട് ആർക്ക് വേണമെങ്കിലും ഈ മേഖലയിൽ പ്രവേശിക്കാം. ഇത് ആരുടെ സ്വഭാവവിശേഷതയാണ്? മൊണോപ്പൊളിയുടെ അല്ല. മൊണോപ്പൊളിയിൽ കോമ്പറ്റീഷന് അല്ലെങ്കിൽ ഫ്രീ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, ഐദർ ബൈ ലോ ഓർ ബൈ പേറ്റന്റ്. ഇതുപോലത്തെ കാര്യങ്ങൾ കൊണ്ട് അത് റെസ്ട്രിക്റ്റഡ് ആണ്. നേരെ മറിച്ച് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എനിബഡി ക്യാൻ എൻ്റർ, ബട്ട് ദേ കനോട്ട് കോപ്പി the brand that is already existing. They can come with the close substitutes with a new name, with a new brand name. Then its a market seems to be monopolistic due to the uniqueness of each toothpaste and power to charge different prices. നിങ്ങൾ വിപണിയിൽ ചെന്നോ, ഞാൻ 4 ടൂത്ത് പേസ്റ്റിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. 4ന്റെയും വില എന്തെങ്കിലും വ്യത്യാസമായിരിക്കും. ഒന്നില്ലെങ്കിൽ കളറിലോ അല്ലെങ്കിൽ പാക്കിങ്ങിലോ അല്ലെങ്കിൽ ടേസ്റ്റിലോ അതിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം, നിസ്സാര വ്യത്യാസം വരുത്തിക്കൊണ്ട്. കോൾഗേറ്റിന്റെ വിലയായിരിക്കില്ല പെപ്സോഡന്റിന്, ഡാബറിന്റെ വിലയായിരിക്കില്ല ചിലപ്പോൾ കോൾഗേറ്റിന്. 100 ഗ്രാമിന്റെ ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഏകദേശം ഒരു വില തന്നെയായിരിക്കും. കാരണം പീപ്പിൾ ഓൾസോ ദേ ആർ അവെയർ ഓഫ് ദ പ്രൈസ്.
അധികം വില കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് അവർക്ക് മേടിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ വിലയൊക്കെ കാര്യമായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം. മനസ്സിലായോ? കോൾഗേറ്റ് മേടിച്ചാലും പെപ്സഡന്റ് മേടിച്ചാലും ഡാബർ മേടിച്ചാലും, മനസ്സിലായോ? ഇതെല്ലാം ടൂത്ത് പേസ്റ്റ് തന്നെയാണ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ട് പ്രൊഡക്ട്സുകളാണ്. അപ്പൊ പ്രൈസ് വേരിയേഷൻസ് കൂടി വരാൻ സാധ്യതയില്ല. എന്നാലും പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പോലെ ഒരേ വില ആയിരിക്കില്ല. സോ സച്ച് മാർക്കറ്റ് ഫോർ ടൂത്ത് പേസ്റ്റ് ഈസ് ഇൻ എ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ദെൻ ഫേം ഉദാഹരണമായിട്ട് പറയുകയാണ്, അവര് ലക്സ് സോപ്പ് വിപണിയിൽ വിൽക്കുമ്പോൾ ആ ലക്സ് സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് കമ്പനിയാണോ അവർക്ക് അതിന്റെ കുത്തകാവകാശമുണ്ട് ഇൻ ദ സെയിൽ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൊഡക്റ്റ്. പക്ഷെ ലക്സ് സോപ്പിന് കോമ്പറ്റീഷൻ, മത്സരം നേരിടേണ്ടി വരുന്നുണ്ട്. ലക്സ് സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റാളുകളിൽ നിന്നല്ല മത്സരം വരുന്നത്. റെക്സോണ ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് വരും, ഹമാം ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് വരും, അല്ലെങ്കിൽ ലൈഫ് ബോയ് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാവും. സോ ദേ ഹാവ് ടു ഫേസ് കോമ്പറ്റീഷൻ. ഞാൻ പറഞ്ഞു വരുന്നതാണ് അവർക്ക് ഓരോരുത്തർക്കും കുത്തക ഉണ്ടെങ്കിലും നേരത്തെ നമ്മൾ കണ്ട മൊണോപ്പൊളി ആ പൂർണ്ണമായിട്ട് കുത്തകാവകാശം അവർക്കില്ല. കാരണം ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള വളരെ അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ലക്സിൽ ഐ എം നോട്ട് വെരി പർട്ടിക്കുലർ. ചിലവർ ചായക്കടയിൽ പോകും, കാപ്പിക്കടയിൽ പോകും, അവർ ചെന്ന് ചായ വേണോ കാപ്പി വേണോ വിത്തൗട്ട് വേണോ, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ മതി. ഐ എം നോട്ട് വെരി പർട്ടിക്കുലർ. ചായ ആയാലും കൊള്ളാം, കാപ്പി ആണെങ്കിലും കൊള്ളാം. ചായക്കും കാപ്പിക്കും ഒരേ വില ആയിരിക്കും. ഷുഗർ ഇട്ടില്ലെങ്കിൽ ഒരേ വില അവർ ചാർജ് ചെയ്യും. പക്ഷെ ചിലവർക്ക് പറയും എനിക്ക് കാപ്പി മതി, ചിലവർ പറയും എനിക്ക് ചായ മതി, ചിലവർ പറയും എനിക്ക് ഷുഗർ വിട്ട് വേണം, ചിലവർ പറയും എനിക്ക് വിത്തൗട്ട് വേണം. ഓൾമോസ്റ്റ് ദേ ചാർജ് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസസ്. ചിലപ്പോൾ കോഫിക്ക് ചിലപ്പോൾ ₹1 കൂടുതലായിരിക്കാം. ഇതെല്ലാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചായയോ കാപ്പിയോ കുടിച്ചിട്ടുണ്ടെങ്കിലും സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളത് കാരണം, ഡിഫറൻഷിയേഷൻ ഉള്ളത് കാരണം they can charge different prices. So there are many examples of a monopolistic competition in the market. You take the case of plywood manufacturing. വെള്ളത്തിലിട്ടാൽ മോശമില്ലാത്ത സാധനം, വെയിലത്തിട്ടാൽ മോശമാകാത്ത സാധനം, ഇങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് പറയും. പക്ഷെ നിങ്ങൾക്കറിയാം ഇതിന്റെ എല്ലാത്തിൻ്റെയും വില ഡിഫറെന്റ് ആയിരിക്കും. പെയിന്റ് എടുക്കാൻ പോയിക്കോ, മനസ്സിലായോ? ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സിന്റെ തന്നെ വിവിധ ബ്രാൻഡിലുണ്ട്, ഇതിലുണ്ട്. എല്ലാത്തിനും അപ്പെക്സ് ഉണ്ട്, അൾട്ടിമേ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഓരോന്നിനും ഒരേ വ്യക്തി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവാണ്. പക്ഷെ ഒരു ബ്രാൻഡ് നെയിമും കൂടെ കൊടുത്ത് ഒരു പേരും കൂടെ അഡീഷണൽ ആയിട്ട് അപ്പെക്സ് അൾട്ടിമ എന്ന് പറയും. അപ്പെക്സ് മാത്രമുണ്ട്, ആ പെയിന്റിന് ചിലപ്പോൾ ₹50 കുറവായിരിക്കാം. അപ്പെക്സ് അൾട്ടിമ എന്ന് പറഞ്ഞ പെയിന്റ് വരുമ്പോൾ ചിലപ്പോൾ എന്താണ്, they may add a bit more, the price may be a bit more higher. അപ്പൊ ഇതെല്ലാം, അപ്പൊ ജുവലറി മേക്കിംഗ്, നമുക്കറിയാം സ്വർണ്ണക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ the matter is one and the same. സ്വർണ്ണം എന്ന് പറഞ്ഞ സാധനം എല്ലാം എസൻസിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ മേക്ക് ചെയ്യുമ്പോൾ വളയാട്ടം ഉണ്ടാക്കുക, മാലയാട്ടം ഉണ്ടാക്കുക, ഡിഫറെന്റ് ഷേപ്പിൽ ഉണ്ടാക്കുക, നീട്ടമുള്ള മാല, ചെറിയ മാല, നെക്ലസ്, സ്റ്റഡ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. മനസ്സിലായോ? അതനുസരിച്ച് അവരുടെ മേക്കിംഗ് ചാർജിൽ അതനുസരിച്ച് വ്യത്യാസം അവർ വരുത്തുകയും ചെയ്യും. ഗോൾഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്, ഇന്റർനാഷണൽ പ്രൈസ് ആണ് ഗോൾഡിനുള്ളത്. അപ്പൊ ഈ ജുവലറി ഷോപ്പുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ലാഭം ഉണ്ടാക്കുന്നത് മേക്കിംഗ് ചാർജ്. ചില ദിവസം നമ്മൾ പേപ്പറൊക്കെ എടുക്കുമ്പോൾ പറയും 50% മേക്കിംഗ് ചാർജിൽ ലെസ്. നോട്ട് ഇൻ ദ കേസ് ഓഫ് ദ വാല്യൂ ഓഫ് ഗോൾഡ്. ജുവലറി കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വിവിധ വെറൈറ്റീസ് ഉള്ള മാലകൾ തന്നെയാണെങ്കിലോ, സ്റ്റഡുകളാണെങ്കിലോ, നെക്ലസുകളാണെങ്കിലോ, വളകളാണെങ്കിലോ ഡിഫറെന്റ് ടൈപ്പിലുണ്ടാവും. അതിനെല്ലാം ഡിഫറെന്റ് മേക്കിംഗ് ചാർജ് അവർ ഈടാക്കുകയും ചെയ്യും. ഓക്കെ, പ്രൊഫഷണൽ സർവീസ് ഡോക്ടേഴ്സ് ഉണ്ട്. ചിലവർ പറയും എനിക്ക് എന്തെങ്കിലും തന്നേച്ചാൽ മതി എന്ന് പറയും, നിർബന്ധമില്ല. ചിലവർ ഫിക്സ് ആയിട്ട് പറയും എന്നെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ you have to give ₹500.
That is my consultation charge. Those who cannot afford to give this 500, please don't come here. ചിലപ്പോൾ അവർ പാവപ്പെട്ടവരാകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാർ ചിലപ്പോൾ ഫ്രീ സർവീസ് കൊടുക്കും. അവർക്ക് കിട്ടുന്ന സാമ്പിൾ മരുന്നുകളുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ മരുന്നുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ സാമ്പിൾ മരുന്നും ചിലപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു വിടുകയും ചെയ്യും. ഇറ്റ് ഈസ് ദ പ്രിറോഗറ്റീവ് ഓഫ് ദ ഡോക്ടർ. ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ട്, അതർ ടെക്നീഷ്യൻസ് ഉണ്ട്, പ്രൊഫഷണൽസ്. മനസ്സിലായോ? ചില ടെക്നീഷ്യൻസ് ഒക്കെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലവർ വളരെ കുറച്ച് ചാർജ് മാത്രമേ ഉള്ളൂ, വളരെ ചിലവർ കുറച്ച് കൂടുതൽ ചാർജ് ചെയ്യുകയും ചെയ്യും. Then the other one is large number of. Now what are the features? There are a large number of sellers producing differentiated products. ഇതൊരു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഒരു സവിശേഷതയാണ്. അത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എടുത്തിരിക്കുന്നതാണ്. മനസ്സിലായോ? ഈച്ച് വൺ കോമ്പീറ്റിംഗ് എമംഗ് ഈച്ച് അതർ, നോട്ട് ഇൻ എ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ബട്ട് എ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്. കുറച്ച് അല്പസ്വല്പ വ്യത്യാസങ്ങളുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. ഇനി അടുത്തതാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. എന്താണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റിംഗ് ദ പ്രൊഡക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ബ്രാൻഡ്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത് എന്തിനാണ്? ഒന്നിലും ബ്രാൻഡ് നെയിം കൊടുക്കും, അല്ലെങ്കിൽ സൈസിൽ വ്യത്യാസം വരുത്തും. ബോൾ ഐസ്ക്രീം വേണോ, കോൺ ഐസ്ക്രീം വേണോ? ഈ ഐസ്ക്രീം വിൽക്കുന്ന ആള് അത് രണ്ടും ഒരു ഐറ്റം തന്നെയാണ്. അത് ഒന്നിലെങ്കിലും ഒരു ബോളിലാക്കി കൊടുക്കും. കൊച്ചു കുട്ടികൾ പറയും ബോൾ മതി എന്ന് പറയും, അല്ലെങ്കിൽ കോൺ ഐസ്ക്രീം കൊടുക്കും. ദ മാറ്റർ ഈസ് വൺ ആൻഡ് ദ സെയിം. പക്ഷെ ഷേപ്പിന് ഇച്ചിരി വ്യത്യാസം വരുത്തി, അല്ലെങ്കിൽ ഓറഞ്ച് വേണോ, ഗ്രേപ്സ് വേണോ, പൈനാപ്പിൾ വേണോ, അതിന്റെ എസൻസ് കുറച്ച് ഇട്ട് കൊടുക്കും. സോ ദ ടേസ്റ്റ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഷേപ്പിൽ വ്യത്യാസം വരുത്തി. ഇതെല്ലാം ദ പ്രൊഡക്റ്റ് ഓഫ് എ ഫേം ഈസ് ക്ലോസ്. അപ്പൊ ഓരോ പ്രൊഡക്റ്റുകളും ക്ലോസ് ആണ്, പക്ഷേ നോട്ട് എ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ പ്രൊഡക്ട്സ് ഓഫ് അതർ പ്രൊഡക്ട്സ്, products of other firms. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ കമ്പയർ ചെയ്ത് പോവുകയാണ്. പ്രൊഡക്ട്സ് ഹോമോജീനിയസ് ആണ്. പക്ഷെ പിന്നെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഓരോ പ്രൊഡ്യൂസറും അദ്ദേഹം പ്രൊഡക്റ്റ് ഡിസിമിലർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ഉണ്ടാക്കും ദാൻ ഹിസ് റൈവൽ പ്രൊഡക്റ്റ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹിസ് സെപ്പറേറ്റ് എൻറ്റിറ്റി. കാരണം എന്താണ്? ഞാനാണ് സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇനി ഞാൻ പാവയിൽ പറഞ്ഞു വരും ഞാൻ. കാരണം എന്താണ്? ഭയങ്കര ഹ്യൂജ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ആൻഡ് ഹ്യൂജ് അഡ്വർടൈസ്മെന്റ്. ഈ അഡ്വർടൈസ്മെന്റിൽ കൂടിയാണ് ജനങ്ങളെ അവെയർ ആവുന്നത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലായിട്ട് പറഞ്ഞു തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ ഏതെങ്കിലും വസ്തു പ്രധാനമായിട്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ കുട്ടികളെയും കൂടെ കൊണ്ടുപോകും. ദേ ആർ ദ പീപ്പിൾ ഹു ആർ ആക്ച്വലി മേക്കിംഗ് ഡിസിഷൻസ്. ഏത് ടി വി വേണം അവർക്കറിയാം. കാരണം ഇവര് കാലത്തോട്ട് വൈകുന്നേരം വരെ കൊച്ചു ടി വിയും വെച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ചിട്ടിരിക്കുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് പരസ്യമാണ്. ഈ പരസ്യത്തിൽ കൂടി പിള്ളേർക്ക് ഇതെല്ലാം കണ്ടിട്ട് വരികയാണ്. ഇവരവിടെ ചെല്ലുമ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അച്ഛൻ്റെ അടുത്ത് പറയും നമുക്ക് ഇത് മേടിക്കാം, ദിസ് ഈസ് ഗുഡ്, ദിസ് പ്രൊഡക്റ്റ് ഈസ് ഗുഡ്. ഈവൻ ദ കളർ പോലും ഇന്ന കളറിലെ സാധനം മേടിക്കാന്ന് പറയും. കാരണം അത്രയും അവെയർ ആണ് അഡ്വർടൈസ്മെന്റ് കൊണ്ട്. ചിലപ്പോൾ അത് നല്ല കാര്യത്തിനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മോശമായിട്ടുള്ള കാര്യത്തിനായിരിക്കും. വാട്ട് ഓർ ഇറ്റ് ഈസ് അഡ്വർടൈസ്മെന്റ് കൊണ്ടാണ് ജനങ്ങളെ ഇത്രയും വസ്തുക്കൾ ഇന്ന് വിപണിയിൽ ഉണ്ടെന്ന് ബോധവാന്മാരാക്കുന്നത്. അഡ്വർടൈസ്മെന്റ് ആൻഡ് ഫോർ വിച്ച് ദേ ആർ സ്പെൻഡിങ് ഹ്യൂജ് അമൗണ്ട്സ്. ഈ ആരാണ് കൂടുതൽ അഡ്വർടൈസ്മെന്റ് ചെലവാക്കുന്നുവോ അദ്ദേഹം he expects his sales to be more than his rivals who do not actually spend that much on advertisements. ക്രിക്കറ്റ് മാച്ച് നടക്കും എവറി 5 minutes, 1 minute 2 minute അല്ലെങ്കിൽ 1.5 minute 2 minute ഒക്കെ അവർ അഡ്വർടൈസ്മെന്റ്, ഹ്യൂജ് അഡ്വർടൈസ്മെന്റ്സ്. അതുകൊണ്ടാണ് the cricket has become the richest game. Why? They are getting income by way of advertisements. So next one, the product of each firm is identified and distinguished from products of other firms due to product differentiation. ഇപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ കൊണ്ട്, വ്യത്യാസം കൊണ്ട് ഓരോ കമ്പനിയുടെയും പ്രൊഡക്റ്റ് അവർക്ക് അറിയാം. ഇത് ഇന്ന കമ്പനിയുടെയാണ്, ഇത് ഇന്ന കമ്പനിയുടെയാണ്. മനസ്സിലായോ? പെയിന്റ് എടുക്കാൻ ഇത് ഏഷ്യൻ പെയിന്റിൻ്റെയാണ്, അല്ലെങ്കിൽ ബർഗർ പെയിന്റാണ്. മറ്റിഷ്ടം പോലെ പെയിന്റ് കമ്പനികളുണ്ട്, ധാരാളം കമ്പനികളുണ്ട്. ടൈലെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കറിയാം ഏതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈ ടൈൽ എടുത്തിട്ടുണ്ടെങ്കിലും പെയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും
ബർജർ പെയിന്റും ഏഷ്യൻ പെയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ദ പ്രൈസ് വിൽ നോട്ട് ബി ദ സെയിം. എന്തെങ്കിലും നിസ്സാര വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 10 years ഗ്യാരണ്ടി കൊടുക്കും. ഒരാൾ 5 വർഷം ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ മറ്റൊരു പറയും ഞങ്ങളിപ്പോൾ 10 years ഞങ്ങൾ ഗ്യാരണ്ടി തരാമെന്ന്. അപ്പോൾ to differentiate the products, the firms sell their products with the different brand names. Lux ഉണ്ട്, Dove ഉണ്ട്, Lifebuoy ഉണ്ട്, ഇതെല്ലാം different brand names ആണ്. The differentiation among different competing products may be based on real and imaginary differences. Real differences means കളറിലോ പാക്കിങ്ങിലോ ഫ്ലേവറിലോ ടേസ്റ്റിലോ അല്ലെങ്കിൽ സെയിൽസ് സർവീസ്. യു ഗോ ടു എ ടെക്സ്റ്റൈൽ ഷോപ്പ്, ദാറ്റ് ഈസ് ഓൾസോ വൺ വേ ബൈ വേ ഓഫ് അഡ്വർടൈസ്മെന്റ്. ചില ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് വിടില്ല, ഏതെങ്കിലും ഒരു സാധനം എടുപ്പിക്കും. കാരണം ആ സെയിൽസിന് നിൽക്കുന്ന ബോയ് ആണോ ഗേൾ, they are so smart. നിങ്ങൾ ഒരു വസ്തു ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവിധ കളറുകളൊക്കെ എടുത്തിടും, വിവിധ സൈസ് എടുത്തിടും. അത് നോക്കാൻ പറയും. നിങ്ങൾ അത് ഇത് നേരെ മറിച്ച് ചില കടകളുടെ ഇപ്പൊ NTC എന്ന് പറഞ്ഞൊരു കട ഉണ്ടായി, നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ. അവിടെ സെയിൽസിന് നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. അവരവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കും, അവിടെ കുറെ തുണി എടുത്ത് പുറത്തിട്ടിട്ടുണ്ടാവും, വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളാൻ പറയും. നേരെ മറിച്ച് സ്വകാര്യ കമ്പനി NTC ഈസ് എ നാഷണൽ ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഒരു ഷോറൂമാണ്. ഇപ്പൊ അതൊക്കെ നിന്നുപോയി. നേരെ മറിച്ച് സ്വകാര്യമായിട്ട് നടത്തുന്ന സ്വകാര്യ കമ്പനികൾ നടത്തുന്ന ടെക്സ്റ്റൈൽ ഷോപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ച് അഡ്വർടൈസ്മെന്റ് ആണ്, ധാരാളം പൈസയാണ് അഡ്വർടൈസ്മെന്റിന്. ജുവല്ലറി എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നെക്കാട്ടിയും കൂടുതലായിട്ട്, ബിക്കോസ് യു മേ ബി വാച്ചിങ് ഡിഫറെന്റ് മീഡിയാസ്. അഡ്വർടൈസ്മെന്റ് അതിനകത്തൂടി വരുന്നത് എന്തുമാത്രം അഡ്വർടൈസ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് എന്നെക്കാട്ടിയും, ഞാൻ അധികം നോക്കാറില്ല, നിങ്ങൾക്ക് അതിനെക്കാട്ടിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഡിഫറൻസിയേഷൻ among the different competing products may be based on real means യഥാർത്ഥത്തിൽ ഉള്ള വ്യത്യാസം. നേരെ മറിച്ച് ഇമാജിനറി ഡിഫറൻസസ് വരുന്നത് എന്റെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് അഡ്വർടൈസ്മെന്റ്, ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ ഉൽപ്പന്നത്തിന്റെ ഉൽപ്പന്നമായിരിക്കും, ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഉൽപ്പന്നത്തിന്റെ ഇതായിരിക്കും. അപ്പൊ ആകെ ചിലപ്പോ 5 or 6 പേരും ആയിരിക്കും ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് അവർ കരാർ ചെയ്തിരിക്കുന്നത്. ഈ 6 പേരുടെയും പ്രൊഡക്റ്റ് മാത്രമേ ആ ക്രിക്കറ്റ് ഗെയിം തീരുന്നത് വരെയും ഇത് മാത്രമേ കാണിക്കുള്ളൂ. ഹൗ ഡു യു സ്റ്റഡി എ സബ്ജക്ട് ബൈ ഹാർട്ട്? നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നിങ്ങൾ 1 പ്രാവശ്യം വായിക്കും, തലയിൽ ഇരുന്നില്ല. 2 പ്രാവശ്യം വായിക്കും, തലയിൽ ഇരുന്നില്ല. 3 പ്രാവശ്യം വായിക്കും, ഓക്കെ, യു ആർ തറോ. സെയിം വേ നിങ്ങൾ 1 പ്രാവശ്യം കേൾക്കും, 2 പ്രാവശ്യം കേൾക്കും, 3 പ്രാവശ്യം കേൾക്കും, യു ആർ തറോ. ഇഷ്ടംപോലെ ഇപ്പൊ മൊബൈലിന്റെ എന്തുമാത്രം പരസ്യങ്ങളാണ് വരുന്നത്. സോ ഇമാജിനറി ഡിഫറൻസസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പീപ്പിൾ ആർ മെയ്ഡ് ടു ബിലീവ് ദാറ്റ് ഡിഫറൻസസ് എക്സിസ്റ്റ് ത്രൂ സെല്ലിംഗ് കോസ്റ്റ്. എന്റെ പ്രൊഡക്റ്റ് നല്ലതാണ്, സുപ്പീരിയർ പ്രൊഡക്റ്റ് ആണ്. എങ്ങനെയാണത് പറയുന്നത്? ഇറ്റ് ഈസ് ബൈ സ്പെൻഡിങ് ഹ്യൂജ് അമൗണ്ട്സ് ഓൺ സെല്ലിംഗ് കോസ്റ്റ്. ദെൻ ഈ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് ഒരു കമ്പനിക്ക് മൊണോപ്പൊളി അധികാരം കൊടുക്കുന്നത്. ഹയർ ഡിഗ്രി makes the demand for the product less elastic. Higher degree of product differentiation, better brand image makes the demand for the product less elastic. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ഇത്രയും പൈസ അവർ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും പൈസ അതിൽ നിന്ന് കിട്ടണം. They are not able to compromise on the price. വില കുറച്ച് വിൽക്കാനൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. And enables the firm to charge a price higher than this competitors' product. കാരണം മനസ്സിലായോ? ഇപ്പോ ഒരു ടൂത്ത് പേസ്റ്റ് തന്നെ പെപ്സോഡന്റിന്റെ ഒരു കാര്യം ഇട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി കോസ്റ്റ്ലിയർ ദാൻ ബാബുൾ. അതിന്റെ കാരണം എന്താണ്? പെപ്സോഡന്റ് മേ ബി സ്പെൻഡിങ് മോർ മണി ബൈ വേ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്, ബൈ വേ ഓഫ് അഡ്വർടൈസ്മെന്റ്സ്. അതൊക്കെ അവർക്ക് ഈടാക്കണം. അപ്പൊ അതനുസരിച്ച് ദാറ്റ് വിൽ ബി ദാറ്റ് കൂടുതൽ പ്രൈസ് ആ പ്രൊഡക്റ്റിൽ അവര് അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഇനി സം മോർ എക്സാമ്പിൾസ്. സൈക്കിൾ ഉണ്ട്, അറ്റസ് ഉണ്ട്, ഹീറോ ഉണ്ട്, ആവൻ ഉണ്ട്, ടീ ബ്രൂക്ക് ബോണ്ട് ഉണ്ട്, ടാറ്റ ടീ ഉണ്ട്, ടുഡേ ടീ ഉണ്ട്. അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റ്, പെപ്സോഡന്റ്, കോൾഗേറ്റ്, നീം, ബാബുൾ, ഇതെല്ലാം പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം, ബട്ട് വിത്ത് ന്യൂ ബ്രാൻഡ്.
Not with the same brand, but with a new brand, slightly different brand. Then there is selling cost. മൊണോപ്പൊളിയിലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട സവിശേഷത സെല്ലിംഗ് കോസ്റ്റ്. അവർക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അഡീഷണൽ ആയിട്ട് അവർക്ക് ചെലവാക്കേണ്ട ഒരു കാര്യമാണ് ഇൻ ദ ഫോം ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. അപ്പോൾ പ്രൊമോഷൻ, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസസ് ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടുകൾ കൊടുക്കും, അതെല്ലാം സെയിൽസ് പ്രൊമോഷനാണ്. മനസ്സിലായോ? ചിലപ്പോൾ കുറച്ച് ഫ്രീ ബീസ് കൊടുക്കും, ഫ്രീ ആയിട്ട് ആദ്യം തന്നെ കൊടുക്കും. ചിലപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടുകൾ കൊടുക്കും. ഇപ്പം ഇയർ എൻഡ് വരാൻ പോവുകയാണ്. കാർ മാനുഫാക്ചറിങ് കമ്പനികളെല്ലാം ഇപ്പോൾ വലിയ ഡിസ്കൗണ്ട് കൊടുക്കും. കാരണം എന്താണ്? അടുത്ത വർഷത്തേക്ക്, ഈ വർഷത്തെ മാനുഫാക്ചർ ചെയ്ത് ഈ വർഷം തന്നെ തീർത്തില്ലെങ്കിൽ അടുത്ത വർഷം അത് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ കാരണം എന്താണ്? ഈ വർഷം ഡിസംബറായി, അപ്പോൾ 2022 ഡിസംബറായി. So you will be getting a brand with a 2022 date. Year of manufacturing 2022. നാച്ചുറലി ആയിട്ട് നിങ്ങൾ ഒരു 15 ദിവസം മാത്രമേ 22 ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹ്യൂജ് ഡിസ്കൗണ്ട്സ് ആയിട്ട് വരും. 50,000 രൂപ, 70,000 രൂപ, പിന്നെ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട്, ഇതൊക്കെ ആയിട്ട് വരും. കാരണം എന്താണ്? അവർക്ക് എങ്ങനെയെങ്കിലും ഈ വർഷം ഉൽപ്പാദിപ്പിച്ച എൻജിൻ്റെ നമ്പർ, അവർക്ക് ഈ വർഷത്തെ നമ്പർ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ സെല്ലിംഗ് കോസ്റ്റ് വരും. ആ സെല്ലിംഗ് കോസ്റ്റ് ഞാൻ പറയുന്നത് സെല്ലിംഗ് പ്രൊമോഷന്, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഹ്യൂജ് ഡിസ്കൗണ്ട്സ് ആൻഡ് ഫ്രീ ബീസ് കാർ കമ്പനികൾ കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ്. ദെൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ്, പിന്നെ സാലറീസ് ഓഫ് ദ മാർക്കറ്റിംഗ് സ്റ്റാഫ്. ദേ ഷുഡ് ബി കെപ്റ്റ് ഹാപ്പി. ഒരു കാർ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര, നിങ്ങൾക്ക് ഞങ്ങൾ കൂടുതലായിട്ട് ഇൻസെന്റീവ് തരാം. അപ്പൊ അവർ ഓടി നടക്കും. പരിചയമുള്ള ആളുകളെ വിളിക്കും, സാറേ ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ഡിസ്കൗണ്ട് കിട്ടും. വൈ ഡോണ്ട് യു ഹാവ് എ വൺ മോർ കാർ? അല്ലെ വൈ ഡോണ്ട് യു സജസ്റ്റ് ഇറ്റ് യുവർ നെയ്ബർ, ഓർ വൈ ഡോണ്ട് യു സജസ്റ്റ് ഇറ്റ് യുവർ റിലേറ്റീവ്സ്? എ ന്യൂ കാർ ഹാസ് കം. കാരണം എന്താണ്? കൂടുതൽ കാർ വിൽക്കുന്തോറും അവർക്ക് ഇൻസെന്റീവ്സ് വരും. ഇതെല്ലാം അപ്പോൾ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉൽപാദന ചെലവ് മാത്രമല്ല, ഇൻ അഡീഷൻ ദർ ഈസ് ഓൾസോ സെല്ലിംഗ് കോസ്റ്റ്. അപ്പോൾ ഉൽപാദന ചെലവ് 10 രൂപയാണ് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിൽ 2 രൂപയും കൂടി അവർ പ്രൊമോഷനായിട്ട് അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് ആയിട്ട് അവർ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് 12 രൂപയായിരിക്കും. ദെൻ ആബ്സെൻസ് ഓഫ് ഇന്റർഡിപെൻഡൻസ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നു, എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ പരസ്യം കൊടുക്കുന്നു, പരമാവധി ഞാൻ വിറ്റഴിക്കാനായിട്ട് ശ്രമിക്കുന്നു, മാക്സിമം ഞാൻ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടെങ്കിൽ മറ്റേ ആൾക്ക് എന്ത് സംഭവിക്കും? ബിസിനസ്സിൽ അങ്ങനത്തെ ഒരു ദയയും ചാരിറ്റി അങ്ങനെയൊന്നുമില്ല. മനസ്സിലായോ? യു മൈൻഡ് യുവർ ബിസിനസ്, ദാറ്റ്സ് ഓൾ. എല്ലാവരും ഒന്നിച്ച് പൊക്കിക്കൊണ്ടു പോകാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ദർ ഈസ് കട്ട് ത്രൂട്ട് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ 2 ഡയമെൻഷണൽ കോമ്പറ്റീഷൻ. ഒന്ന് പ്രൈസ് കോമ്പറ്റീഷൻ ഉണ്ട്, രണ്ടാമത്തേത് എന്താണ്? നോൺ പ്രൈസ് കോമ്പറ്റീഷൻസ്. ദാറ്റ് ഈസ് ഫേംസ് കോമ്പീറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബ്രാൻഡ്, പ്രൊഡക്റ്റ് ക്വാളിറ്റി, അഡ്വർടൈസ്മെന്റ്സ്. എന്തുകൊണ്ടാണ്? ചില കുട്ടികൾ മൂളിപ്പാട്ട് പോലും പാടും. സിനിമ, ഒരു പുതിയ സിനിമ ആണെങ്കിൽ നല്ല പാട്ടാണെങ്കിൽ എവിടെയൊക്കെ മീറ്റിങ്ങുകളുണ്ട് അവിടെയൊക്കെ ഈ പാട്ട് വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ കൊച്ചു കുട്ടികൾ പോലും ചിലപ്പോൾ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് നടക്കും. ദാറ്റ് ഈസ് വേ ഓഫ് അഡ്വർടൈസ്മെന്റ്. ദെൻ കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞു ഒരു ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞു ഒരു ഫേമിനെ പറയുന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. നമ്മൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് നമ്മൾ പറഞ്ഞൊരു ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ എ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ആണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നേരെ മറിച്ച് മൊണോപ്പൊളിയിൽ ഫേമും ഇൻഡസ്ട്രിയും ഒന്ന് തന്നെയാണ്. അത് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് മീൻസ് എ നമ്പർ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് വിച്ച് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഇപ്പൊ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെല്ലാം അതൊരു ഗ്രൂപ്പാണെന്ന് പറയാം. പക്ഷെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സ്ലൈറ്റ് ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. ദെൻ ഫോളോയിങ് ഡിമാൻഡ് കർവ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പോലെ ഹൊറിസോണ്ടൽ ടു പിന്നെ എക്സ് ആക്സിസ് അല്ല ഇവിടെ ഡിമാൻഡ് കർവ് മൊണോപ്പൊളിയെ പോലെ തന്നെ താഴത്തോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഡിമാൻഡ് കർവ് is stopping downwards from left to right. അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ്. അതായത് അതെന്താണ് പറയുന്നത്? കൂടുതൽ വിറ്റഴിക്കണമെങ്കിൽ വില കുറച്ച് കൊണ്ടുവരണം. വില കൂടി വിന്നിട്ടെങ്കിൽ അധികം ആളുകൾ മേടിക്കില്ല. സോ it is they can sell more at lower prices. And then lack of perfect knowledge. ഇവിടെ പെർഫെക്റ്റ് നോളജ് ഒന്നുമില്ല.
പെർഫെക്റ്റ് നോളജ് എപ്പോഴാണ് വരുന്നത്? സെല്ലിംഗ് കോസ്റ്റ് ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ സുപ്പീരിയോറിറ്റി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. സെല്ലിംഗ് കോസ്റ്റ്, അഡ്വർടൈസ്മെന്റ് പൈസ ചെലവാകും തോറും, മനസ്സിലായോ, ഇറ്റ് ക്രിയേറ്റ്സ് ആർട്ടിഫിഷ്യൽ സുപ്പീരിയോറിറ്റി. ഇന്ന പ്രൊഡക്റ്റ് ആണ് നല്ലത് എന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് സുപ്പീരിയോറിറ്റി അവരെ പറയുന്നത്. ഏത് സാധനം മേടിക്കണം, ഒരു TV മേടിക്കണം, ഏത് സാധനം മേടിക്കണം, ഏറ്റവും കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് ഇന്ന കമ്പനിയാണ്. അപ്പൊ അവരുടെ മനസ്സിൽ ഇത് പതിഞ്ഞു കിടക്കണേ. ദേ വിൽ ഗോ ആൻഡ് ബൈ ദിസ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ദെൻ ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് കർവ് നമുക്കറിയാം. ഇറ്റ് ഈസ് എ ഡൗൺവേർഡ്. ഇങ്ങനെ പോയാൽ നമുക്ക് തീരില്ല. ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. മൊണോപ്പൊളിയെ പോലെ തന്നെ. കാരണം എന്താണ്? കൂടുതൽ വിൽക്കണമെങ്കിൽ വില കുറച്ച് കൊണ്ടുവരണം. OP വിലയുള്ളപ്പോൾ OQ മാത്രമേ ഡിമാൻഡുള്ളൂ. കാരണം വില കൂടുതലാണ്, എല്ലാവർക്കും മേടിക്കാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് വില OPയിൽ നിന്ന് OP1 ആയിട്ട് കുറച്ചപ്പോൾ ഡിമാൻഡ് OQയിൽ നിന്ന് OQ1 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്ത്. ഞാൻ മൊണോപ്പൊളി എടുത്തപ്പോൾ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. Downward sloping curve. Then demand curve under monopolistic. And ഇവിടെ പറഞ്ഞു വന്നത് monopolistic competitionൽ ഡിമാൻഡ് കർവ് കുറച്ചും കൂടെ ഇലാസ്റ്റിക് ആണ്. കാരണം എന്താണ്? നേരെ മറിച്ച് മൊണോപ്പൊളിയിൽ അത്ര ഇലാസ്റ്റിക് അല്ല. ഇറ്റ് ഈസ് എ സ്റ്റീപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്, ആവറേജ് റവന്യൂ കർവ്. കാരണം എന്താണ്? ഓക്കെ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വില OP ഉള്ളപ്പോൾ, മനസ്സിലായോ, ദർ ഡിമാൻഡ് ഈസ് എത്രയാണ്? OC വരെ അവരുടെ ഡിമാൻഡ് പോകുന്നുണ്ട്. നേരെ മറിച്ച് മൊണോപ്പൊളിയിൽ OP വില ഉള്ളപ്പോൾ ദ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OF മാത്രമേ OP വിലയുള്ളപ്പോൾ OF മാത്രമേ ഡിമാൻഡ് ഉള്ളൂ. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സാധാരണഗതിയിൽ ധാരാളം ഒരു കുത്തകയിൽ അയാൾ വിചാരിച്ചാൽ മാത്രമേ വില കുറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇനി അടുത്തത് മൊണോപ്പൊളിസ്റ്റ് ഒളിഗോപ്പൊളി കോമ്പറ്റീഷൻ എടുക്കും. അവിടെ പലവരും വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുള്ള കാരണം ഈച്ച് വൺ ഈസ് കീപ്പിംഗ് ആൻഡ് ക്ലോസ് വാച്ച് അറ്റ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അവരെന്തെല്ലാമാണ് ചെയ്യുന്നത്, അവർ വിലയുടെ കാര്യത്തെക്കുറിച്ച് എന്തെല്ലാമാണ് ചെയ്യുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം ഏജന്റുകളുണ്ട്. അപ്പോ ഡിമാൻഡ് കർവ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഇലാസ്റ്റിക് ആണ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ഈ ജോമെട്രിക് മെത്തഡിൽ കൂടി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടപ്പോൾ പോയിന്റ് മെത്തഡിൽ കൂടി വാട്ട് ഈസ് ദ ഇലാസ്റ്റിസിറ്റി അറ്റ് ദ പോയിന്റ് ബി, പ്രൈസ് elasticity at a point B, that is lower division divided by the upper division will give you elasticity at a point B. Okay, BC divided by AB will give you the elasticity at a point B. അതുപോലെ തന്നെ EF divided by DE will give you the elasticity or the price elasticity at a point E. നോക്കിക്കൊള്ളുക, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ OA ആണ്, PA ആണ് നമ്മളുടെ പ്രൈസിന്റെ വ്യത്യാസം വരുന്നത്. പക്ഷെ ഇവിടെ PD കുറച്ചും കൂടെ. മൊണോപ്പൊളിയിൽ പ്രൈസ് എപ്പോഴും കൂടുതലാണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകരുള്ളത് കാരണം. അത് മാത്രമല്ല, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലക്സ് സോപ്പ് തന്നെ മേടിക്കുന്നില്ല. ഐ ക്യാൻ ബൈ എനി അതർ സോപ്പ്. എല്ലാത്തിനും എല്ലാം തലയിലിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പത വരും, കുറച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോവുകയും ചെയ്യും. സുപ്പീരിയർ ആണെന്ന് പറയുന്ന പ്രൊഡക്റ്റ് പോലും നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ, ആക്ച്വലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്ന അത്തരം ഗുണമേന്മയൊന്നും ഇല്ല. തമിഴ്നാട്ടിൽ ഫോർ എക്സാമ്പിൾ ചില ക്രീമുകളൊക്കെ ബാൻ ചെയ്തു. കാരണം ഫെയർനെസ് കിട്ടും, ഇത് തേച്ചാൽ വെളുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറെ ക്രീമിന് അവർ അഡ്വർടൈസ്മെന്റ് കൊടുത്തു. ആ ക്രീം എല്ലാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഇതുപോലെ ധാരാളം ഡാർക്ക് കോംപ്ലക്ഷൻ ഗേൾസ് ഉണ്ടായി. ദ കംപ്ലൈന്റ്, മനസ്സിലായോ? ഇവരുടെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ സോപ്പുകളൊക്കെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന ആളുകൾ, അവരെ കൊണ്ടൊന്നുള്ള അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന സിനിമ സ്റ്റാർസ് ആണ്. അവർക്കൊക്കെ ഹ്യൂജ് എമൗണ്ട് കൊടുക്കണം. ഒരു ഷോറൂം വന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ദേ ആർ ഡിമാൻഡിങ് ക്രോർസ് ഓഫ് റുപ്പീസ്. ഇതെല്ലാം അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റിലോട്ട് പോകും.
ഇതൊക്കെ നമ്മൾ തന്നെ അൾട്ടിമേറ്റ് ആയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ മേടിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് അവർ മേടിച്ച് അവർ സൈൻ ആട്രാക്ഷനെ കൊടുത്തിരിക്കുന്ന അല്ലെ ആക്ടറിന് കൊടുത്തിരിക്കുന്ന വില എല്ലാം ഇവരെല്ലാം ഈ സാധനം ഇഷ്ടംപോലെ 2 വീലറിന് വലിയ ഹിന്ദി നടന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ കൊണ്ടുവന്ന് അഡ്വർടൈസ്മെന്റ് കൊടുക്കും. ഡു യു തിങ്ക് ദാറ്റ് ദേ ആർ യൂസിങ് ഇറ്റ്? അവരുടെ ഗ്രൂപ്പ്, അവരുടെ കൈവശമുള്ള പിന്നെ കമ്പനികളുടെ പിന്നെ വണ്ടികളുടെ ആ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ല അവരുടെ അടുത്ത്. ഇപ്പൊ സാധാരണക്കാരാണ് ഉപയോഗിക്കണമെങ്കിലും സാധാരണക്കാരൊക്കെ കൊണ്ട് അവരുടെ അഡ്വർടൈസ്മെന്റിൽ വരില്ല. ആരാണ് ഇത് ഉപയോഗിക്കുന്നത്? അവർ അഡ്വർടൈസ്മെന്റിൽ വരില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഈ ഐഡൽ വർഷിപ്പാണ്. കണ്ണടച്ച് നമ്മൾ ഐഡൽ വർഷിപ്പാണ്. സിനിമാ നടന്മാരെ നമ്മൾ കണ്ണടച്ച ഐഡൽ വർഷിപ്പാണ്. അപ്പൊ അവരൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ദേ നെവർ യൂസ് ഇറ്റ്. അവരെല്ലാം ഇതിന്റെ സൂപ്പർ ആയിട്ടുള്ള ബ്രാൻഡുകളിലോട്ട് പോയാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ നമ്മൾ സാധാരണക്കാരെ മിഡിൽ ക്ലാസ്സിലെ ആളുകൾ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ അവരെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യിക്കും. ഹ്യൂജ് എമൗണ്ട് അവർക്ക് അഡ്വർടൈസ്മെന്റ് ചാർജ് ആയിട്ട് കൊടുക്കണം. ദാറ്റ് വിൽ ബി റിയലൈസ്ഡ് ഫ്രം us. ഓക്കെ, അപ്പൊ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എപ്പോഴും വില കൂടുതലായിരിക്കും. കാരണം വില കുറവായത് കാരണം ഡിമാൻഡ് കൂടുതലാണ്. OP വിലയുള്ളപ്പോൾ, മൊണോപ്പൊളിയിൽ OP വിലയുള്ളപ്പോൾ OF ആണ് ഡിമാൻഡ് ഉള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ AR കർവ്, ഡിമാൻഡ് കർവ് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ഇലാസ്റ്റിക് ആണ്. അപ്പൊ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതനുസരിച്ച് വരക്കണം. Equilibrium under monopolistic competition. Perfect competition, okay, is completely merged with the general one. It can sell any amount of good at the ruling market price. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്, റൂളിംഗ് പ്രൈസിൽ പ്രൈസ് ടേക്കർ ആണ്, എന്തുമാത്രം വേണമെങ്കിലും വിറ്റഴിക്കാം. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിൽ ഓരോ കമ്പനിയുടെയും ഓരോ ഫേംസിന്റെ മാർക്കറ്റ് ഐസൊലേറ്റഡ് ആണ്. ദാറ്റ് those of its rivals, with the result that its sales are limited and depend upon. അപ്പോൾ ഓരോ കമ്പനിയുടെയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഓരോ കമ്പനിയുടെയും പെർഫോമൻസ് ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും. ഒന്ന് അതിന്റെ വില. ഇപ്പൊ ലക്സ് സോപ്പിന് വില മറ്റ് റെക്സോണായിട്ട് വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗോ ഇൻ ഫോർ ദാറ്റ് അൺലെസ് ആൻഡ് അൺടിൽ. മനസ്സിലായോ? ചിലർ വിലയൊന്നും നോക്കാണ്ട് അതിങ്ങനെ പെറുക്കിയിടും. ചില ആളുകൾ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലി, ഹയർ മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ട്, ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി അല്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ് നൗ? ഇറ്റ് ഈസ് നോട്ട് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കാറ്റഗറിയാണ്, ഐദർ റിച്ച് ഓർ പുവർ. ഇന്നിപ്പോ അങ്ങനെയല്ല. ദ റിച്ച് ആൻഡ് ദ മോർ റിച്ച്, ദ പുവർ ആൻഡ് ദ മോർ പുവർ. ഇൻ ബിറ്റ്വീൻ ദർ ആർ ദ മിഡിൽ ക്ലാസ്. അവരൊക്കെ വിപണിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വെറുതെ തോന്നിയ മാസത്തിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പടപാടം പണി ഇടിയൊന്നുമില്ല. വിലയൊക്കെ നോക്കി വലിയ ധൃതിയൊന്നുമില്ല, വിലയൊക്കെ നോക്കി. മനസ്സിലായോ? കാരണം എന്താണ്? രണ്ടും മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഒന്ന് അതിന്റെ വില, രണ്ടാമത് ആരാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ദെൻ ദ അഡ്വർടൈസിങ് ഔട്ട്ലെ ഇറ്റ് മേക്സ്. ഇതാണ് ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. The equilibrium of the monopolistic competition involves individual equilibrium of the firm as well as group equilibrium. ഓക്കെ, മൊണോപ്പൊളിയുടെ പോലെ തന്നെ. പക്ഷെ ഒരു പ്രത്യേകത എന്താണ്? ഈ ഡിമാൻഡ് കർവ്, AR കർവ് സ്റ്റീപ്പ് അല്ല, കുറച്ചും കൂടെ ഇലാസ്റ്റിക് ആണ്. ഇത് മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എത്ര വരച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലാഭത്തിന്റെ തോത് കാണിക്കാൻ പറ്റില്ല. മൊണോപ്പൊളി നമുക്ക് നേരെ വരക്കാം, അത് കുറച്ചും കൂടെ ഡൗൺവേർഡ് ആണ്. നേരെ മറിച്ച് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അത് നമ്മളുടെ AR കർവ് കുറച്ചും കൂടെ ഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ട് വരക്കണം ഡിമാൻഡ് കർവ്. ദെൻ ഇറ്റ് സെറ്റ്സ് ടു ഹൈ എ പ്രൈസ് ഫോർ ഹിസ് പ്രൊഡക്ട്സ്. മെനി ഓഫ് ഹിസ് കസ്റ്റമേഴ്സ് വിൽ ഷിഫ്റ്റ് ടു ദ റൈവൽ പ്രൊഡക്ട്സ്. അപ്പൊ എന്തുകൊണ്ടാണ്? മൊണോപ്പൊളിയുടെ അത്രയും വില ഇല്ല. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് സ്വന്തമായിട്ട് ഒരു മൊണോപ്പൊളി ഉണ്ടെങ്കിലും മറ്റ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തികൾ ഉള്ളത് കാരണം അവര് കുറച്ചും കൂടെ കുറവ് വിലയായിരിക്കും ഈടാക്കുന്നത്. അത്ര പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ വളരെ ലോ ആയിരിക്കില്ല, പക്ഷെ മൊണോപ്പൊളിയുടെ അത്രയും കൂടുതലായിരിക്കില്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അത്രയും കുറവായിരിക്കില്ല. ഇറ്റല്ല, ഇഫ് ആണ് കേട്ടോ. ഇഫ് ഇറ്റ് സെറ്റ്സ് ടു ഹൈ എ പ്രൈസ്. നോക്കിക്കോളുക, ഡിമാൻഡ് കർവ്, AR കർവ്, മനസ്സിലായി? ഇക്വിലിബ്രിയം പൊസിഷൻ എല്ലാം ഒന്ന് തന്നെ. MC = MR. At the point E, MC = MR and MC must cut the average cost curve from below at its minimum.
ഇതിനകത്ത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും the conditions are similar. MC is equal to MR at the point, equilibrium point at the E. AR curve, MR curve, MC, average cost curve, which is U-shaped. MC curve, it is cutting the average cost curve from below at its minimum. ഏറ്റവും താഴെ നിന്ന് average cost curve in the minimum. Therefore, E is the equilibrium point. ഓക്കെ, ഒരെണ്ണം വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ചെലവ് MS ആണ്, അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം MQ ആണ് കിട്ടുന്ന വരുമാനം. Therefore, എന്തുമാത്രമാണ് ഒരു വസ്തു വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം SQ ആണ്. അദ്ദേഹം OM വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ RS വിൽക്കുന്നുണ്ട്. Therefore, അദ്ദേഹത്തിന്റെ മൊത്തം ലാഭമാണ് SQPR. ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ ആണ് അദ്ദേഹത്തിന്റെ ലാഭത്തിന്റെ തോത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈച്ച് ഫേം ഷോർട്ട് പീരീഡിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ഈ കിട്ടുന്ന പ്രോഫിറ്റിന് എന്താ പറഞ്ഞത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇക്വിലിബ്രിയം ദ ഷോർട്ട് ടേം. പക്ഷെ ഈ ഷോർട്ട് ടേമിൽ കിട്ടുന്ന ലാഭം എന്നും കുന്നും കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട, മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഷോർട്ട് ടേമിൽ കിട്ടുന്ന ലാഭം എന്നും കുന്നും കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, attracted by this super normal profit, other firms will enter into the market, and therefore the excess profit, the abnormal profit which was enjoyed by few firms, that will be taken away, that will be petered out. അത് കുറച്ച് നഷ്ടമാകും. അവസാനം പല ആളുകൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ സം പീപ്പിൾ വിൽ ലീവ് ദ ഇൻഡസ്ട്രി. ഈ വിലക്ക് നമുക്ക് വിറ്റും പോകാൻ പറ്റില്ല. എത്രയോ ആരോ പറയാറുണ്ട്, കൊച്ചിയിലേക്ക് ഇന്നലെ ഞാൻ പേപ്പറിൽ വായിച്ചാൽ ഏകദേശം 7000 കടകളാണ് ഈ കൊച്ചിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അടച്ചു പോയത്. 7,000. Some people cannot withstand. അപ്പൊ ഹ്യൂജ് ക്യാപിറ്റൽ ബാക്കിങ് വേണം, അല്ല അവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഈ കിട്ടുന്ന ലാഭം എല്ലാ സമയവും കിട്ടുമെന്ന് വിചാരിക്കുന്നു വേണ്ട. അല്ല, ഞാൻ സോഡ കമ്പനിയുടെ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം പോകും. അപ്പൊ ഈ ലാഭം കണ്ട് പലരും ഇതിനകത്ത് പ്രവേശിക്കും. ഞാൻ പറഞ്ഞില്ലേ, ലക്സിന് പവർ ലക്ഷ്യമായിട്ട് വരും. അവരുടെ മൊണോപ്പൊളി പവർ ഞാൻ ഒന്നും ദ്രോഹിച്ചിട്ടില്ല. ഞാൻ കൊണ്ടുവരുന്നത് ലക്സി കൊണ്ടുവരികയാണ്. സെയിം സോപ്പ്. എന്താണ് ലക്സ് സോപ്പ്? ചിലപ്പോൾ 100 ഗ്രാം ഉണ്ടെങ്കിൽ ഇത് 200 ഗ്രാം ഉണ്ടാവും. ആളുകൾ ഈ ലക്സി സോപ്പ് മേടിച്ചിട്ടുണ്ടോ? കാരണം വൺസ് ആൻഡ് ദ സെയിം തിങ്. സോപ്പിട്ട് കുളിച്ച് കഴിയുമ്പോൾ ഇച്ചിരി മണം വരും, ഇച്ചിരി മണം ഉണ്ടാവും. അതെല്ലാ സോപ്പിലും ഉണ്ടാവും. അല്ലാതെ സൈൻ ആക്ട്രസ് ഒക്കെ കുളിച്ച് സ്വിമ്മിംഗ് പൂണ്ടിൽ കിടന്ന് കുളിച്ച് വലിയ പതയൊക്കെ വരുന്ന പോലെ നമ്മളൊക്കെ പോയി വരച്ച് കാണിച്ചാൽ അത്രയും വലിയ പതയും വരില്ല, ചർമ്മത്തിന് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഇനി ലോസ്, മൊണോപ്പൊളിയിൽ ഉണ്ടായ ലോസ് ഓർക്കുന്നുണ്ടോ? എന്റെ കാരണം എന്താണ്? ആവറേജ് കോസ്റ്റ് കർവ്, ആവറേജ് റവന്യൂ AR കർവിനെക്കാട്ടിയും ആവറേജ് കോസ്റ്റ് കർവ് കൂടുതലാണ്. അപ്പോൾ ON വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ അയാൾക്ക് ചെലവാകുന്നത് എന്ന് പറഞ്ഞാൽ NH ആണ് അദ്ദേഹത്തിന് ചെലവാകുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന് ആ വസ്തു വിൽക്കുമ്പോൾ കിട്ടുന്നത് KN ആണ് കിട്ടുന്നത്. Therefore, ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ KH അദ്ദേഹത്തിന് നഷ്ടം വരികയും, അതേപോലെ തന്നെ TK അല്ലെങ്കിൽ ON വിൽക്കുമ്പോൾ, ON ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നഷ്ടമാണ് KHGT എന്ന് പറഞ്ഞ നഷ്ടം. അപ്പോ ദിസ് ഈസ് അബ്നോർമൽ പ്രോഫിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ലോസസും ഉണ്ടാവും. കാരണം എന്താ? ലോസസ് മീൻസ് മനസ്സിലായോ? പലവർക്കും ഇത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അഡ്വർടൈസ്മെന്റ് ഇല്ലെങ്കിൽ they will have to close down the factory. There is cutthroat competition. One who is not willing to compete. 5 പേരാണ് ഓടുന്നത്, ഒരാൾക്ക് മാത്രമേ ഫസ്റ്റ് പ്രൈസ് കിട്ടുള്ളൂ. Why? There is competition. 5 പേരും കൂടെ വർത്താനം പറഞ്ഞ് ചിരിച്ചും കളിച്ച് തോളത്ത് കൈയിട്ട് പോകുന്നതല്ല. It is a competition. Only one will get. മനസ്സിലായോ? അപ്പൊ who is able to work hard, they will get. Who is able to spend more money by way of advertisement, you will be able to gain, or others will have to incur loss. ഇൻഡിവിജ്വൽ ഫോംസ് ഇക്വിലിബ്രിയം ഇൻ ദ ലോങ് റൺ. ഞാൻ പറഞ്ഞില്ലേ, ലാഭം എന്നും കൊണ്ടും ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വേണ്ട. ഒരു ഫേമിന് ചിലപ്പോൾ ലോങ് ടേമിൽ എന്തായിരിക്കും മനസ്സിലായോ? ചിലപ്പോൾ നോർമൽ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. കാര്യം എന്താണ്? LAC ലോങ് റൺ ആവറേജ് കോസ്റ്റ് AR കർവിന് ടാൻജന്റ് ആണ്, തൊടുന്നതുള്ളു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ നോർമൽ പ്രോഫിറ്റ്.
ഇക്വിലിബ്രിയം സിറ്റുവേഷൻ രണ്ട് എല്ലാം ഒന്ന് തന്നെ. MR മനസ്സിലായോ? പിന്നെ സോറി, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്, ആവറേജ് റവന്യൂ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ long run average cost is tangent to the average revenue curve, which means that they are getting only normal profit. Appa individual forms equilibrium in the long run, short run il namukku abnormal profit agam, abnormal loss agam. പക്ഷേ in the long run, attracted by this huge super normal profit, others will be enticed, others will be lured to open out, to come into this industry, and therefore ഈ ലാഭം, കുറച്ച് ആളുകൾക്ക് കിട്ടിയ ലാഭം മറ്റെല്ലാവരും കൂടി ചിലപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ലോങ് ടേമിൽ ഒരു ഇൻഡിവിജ്വൽ കമ്പനിക്ക് കിട്ടാവുന്ന ലാഭം എന്തായിരിക്കും? നോർമൽ ആയിരിക്കുകയും ചെയ്യും. The group equilibrium in monopolistic competition. അപ്പോ പ്രൈസ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ഓഫ് ഓൾ ഫേംസ്, ഞാൻ പറഞ്ഞു എല്ലാ കമ്പനികളെയും കൂടി ഒന്നിച്ച് ചേർത്ത് വിളിക്കുന്നതാണ് പറയുന്നത് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓ ഗ്രൂപ്പിൽ ഇപ്പൊ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഏതെല്ലാം ഉണ്ട്, ഇവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആവും. ഇവർ എങ്ങനെയാണ് ഔട്ട്പുട്ടും പ്രൈസും ഡിറ്റർമിൻ ചെയ്യുന്നത്? കാരണം എന്താണ്? ഇവർക്കറിയാം, ദേ ആർ വെരി വെരി കോഷ്യസ്. കാരണം ഇവര് ഉണ്ടാക്കുന്ന വിപണിയിൽ വിൽക്കുന്ന സാധനത്തിന് ധാരാളം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഡ്യൂ ടു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളും ഉണ്ടാകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ദെർഫോർ ഈ ഒരു ബുദ്ധിമുട്ട് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ചാംബർലൈൻ എന്ന് പറഞ്ഞ ഒരു ഇക്കോണമിസ്റ്റ്, അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ചെയ്യും. എന്താണ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ്? വിച്ച് ഇൻക്ലൂഡ്സ് പ്രൊഡക്ട്സ് ദാറ്റ് ആർ ടെക്നോളജിക്കൽ ആൻഡ് ഇക്കണോമിക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഈച്ച് അതർ. അപ്പൊ എന്താണ് ടെക്നോളജിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ്? ദേ ആർ ദ പ്രൊഡക്ട്സ് ഹാവിംഗ് ടെക്നിക്കൽ സിമിലാരിറ്റി. ടെക്നോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗുഡ്സുകളൊക്കെ ടെക്നിക്കൽ സിമിലാരിറ്റി, പിന്നെ ടെക്നോളജിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. നേരെ മറിച്ച് ഇക്കണോമിക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് ദാറ്റ് ഹാവ് സെയിം പ്രൈസസ് ആൻഡ് ഫുൾഫിൽ ദ സെയിം വാണ്ട് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പൊ ഇക്കണോമിക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് മീൻസ് ഓരോ ഉൽപ്പന്നങ്ങളും വിപണിയിൽ, സോപ്പ് ഫോർ എക്സാമ്പിൾ, ഇക്കണോമിക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് മീൻസ് ദർ ആർ പ്രൊഡക്ട്സ് ഹാവിംഗ് ഓൾമോസ്റ്റ് ദ സിമിലർ പ്രൈസസ് ആൻഡ് ഫുൾഫിൽ ദ, അല്ലെ? ഏത് സോപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സോപ്പ് മേടിക്കാൻ തന്നെയാണ്, വീട്ടിൽ അലമാരിക്കകത്ത് വെച്ച് പൊട്ടാനില്ല, എൻ്റെ ആവശ്യം നിറവേറ്റാണ്, എന്തിനാണ്? എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് റിഫേഴ്സ് ടു എ ഗ്രൂപ്പ് വിച്ച് ഡിമാൻഡ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് ഈസ് ഹൈലി ഇലാസ്റ്റിക്. ധാരാളം ആളുകളുള്ള പറഞ്ഞ കുത്തകയല്ല, ധാരാളം ആളുകളുള്ള കാരണം AR കർവ് സ്ലൈറ്റ്ലി ഇലാസ്റ്റിക് ആണ്. കാരണം സോ ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ചേഞ്ചസ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓഫ് പ്രൊഡക്ട്സ് വിത്തിൻ ദിസ് ഗ്രൂപ്പ്. ഇപ്പൊ ഡിമാൻഡ് ഫോർ ദ പ്രൈസസ് കൂടുന്നതനുസരിച്ചോ കുറയുന്നതനുസരിച്ച് ഈ പ്രൊഡക്റ്റ് ഗ്രൂപ്പിലെ ഡിമാൻഡിലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ? പ്രൈസ് ആൻഡ് ക്രോസ് എലാസ്റ്റിസിറ്റി, ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്ട്സ് ഫോം ഇൻ ദ ഗ്രൂപ്പ് ഈസ് ഹൈ. വാട്ട് ഈസ് ക്രോസ് എലാസ്റ്റിസിറ്റി? ഇറ്റ് ഈസ് ദ change in the price of X because of the change in the price of Y. Yയിൽ ഉണ്ടാവുന്ന വില വ്യത്യാസം കൊണ്ട് എക്സിൽ ഉണ്ടാവുന്ന ഡിമാൻഡിൽ വ്യത്യാസത്തെ നമ്മൾ പറയുന്നത് ക്രോസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന്. അപ്പോൾ റെക്സോണയ്ക്ക് വില കൂടുതലാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? ക്രോസ് എലാസ്റ്റിസിറ്റി, ദേ വിൽ ഗോ ആൻഡ് ബൈ ഗോദ്രേജിന് സോപ്പ് മേടിക്കും, ലൈഫ് ബോയ് മേടിക്കും, ലക്സ് മേടിക്കും. അപ്പൊ ക്രോസ് എലാസ്റ്റിസിറ്റി, ഐ റിപ്പീറ്റ് വൺസ് മോർ, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഐ റിപ്പീറ്റ് വൺസ് മോർ. ക്രോസ് എലാസ്റ്റിസിറ്റി മീൻസ് എന്താണ്? എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എക്സ് മേ ബി എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ടി. നമ്മൾ ചായ കുടിക്കുന്നത് ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് കോഫി. കോഫിയിലുണ്ടായ വില വ്യത്യാസം കൊണ്ട് ചായയുടെ ഡിമാൻഡിലുണ്ടായ വ്യത്യാസത്തെ നമ്മൾ പറയുന്നത് നമ്മളുടെ ക്രോസ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. So in an industry, different types of groups exist. So automobile industry തന്നെ, ഒരു ഇൻഡസ്ട്രി തന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. കാർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ മാത്രം ഉണ്ടാവും, ഒരു സെക്ഷൻ മാത്രം ഉണ്ടാവും. ട്രക്കുകൾ, ബസ്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവും. ആൻഡ് they are with differentiated product groups. ഇനി അടുത്തത്, in product group analysis, Chamberlain has given 2 assumptions. എന്താണ്? The demand and cost curves of all products in the group are same and uniform. Demand curve. രണ്ടാമത്തത്, monopolistic competition
changes in the price level or level of output of the firm would have significant influence on its competitors. So changes in the prices. അപ്പൊ there are competitors, ധാരാളം ആളുകളുണ്ടെന്ന് പറയുന്നത്, ധാരാളം ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരാൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഡിമാൻഡിലോ പ്രൈസിലോ പിന്നെ പ്രൊഡക്റ്റിലോ പ്രൈസിലോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലോ പ്രൈസിലോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് സ്വാധീനം വിപണിയിലുണ്ടാവും. കാരണം സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാരും കൂടി ഒന്നിച്ചു ചേർന്നിരിക്കണേണ്. അപ്പൊ അവര് മൊത്തത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഒപെക് ക്ലിയർ എക്സാമ്പിൾ ആണ് ഒപെക്, ഓയിൽ പ്രൊഡ്യൂസിങ് ഇക്കണോമിക് കൺട്രീസ് എന്ന് പറഞ്ഞു. ഒപെക് ഗൾഫ് രാജ്യങ്ങള് അവരെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നതാണ്, ഇത്ര മാത്രം ഔട്ട്പുട്ട് മതി, ഇത്ര വിലക്ക് നമുക്ക് വിൽക്കാം. മനസ്സിലായോ? അപ്പൊ മൊണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ. അപ്പൊ ഇവരെല്ലാരും കൂടി ഒരാൾ മാത്രം, ഒരു രാജ്യം മാത്രമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് സ്വാധീനം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒപെക് ആസ് എ ഗ്രൂപ്പ്, മനസ്സിലായോ? ഒപെക് ആസ് എ ഗ്രൂപ്പ് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യമായിട്ടുള്ള സ്വാധീനം വിപണിയിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഒരു ഗ്രൂപ്പില് ഒരു പ്രൊഡക്റ്റിന് ഒരു പോപ്പുലർ ബ്രാൻഡ് ഇറ്റ് ഈസ് മോർ ലൈക്ലി ടു ഏൺ സൂപ്പർ മാർക്കറ്റ്. അപ്പൊ ആ ഗ്രൂപ്പില് സോപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഹാർഡ് വർക്ക് ചെയ്ത് അവർ കൂടുതലായിട്ട് ഒരു പോപ്പുലർ ബ്രാൻഡായിട്ട് അവര് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ദെർഫോർ എല്ലാവരും, മനസ്സിലായോ, ഏതെങ്കിലും ഒരു ആ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ they will try to emulate the product design and features. ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും ആ കമ്പനിയിൽ ആ ഡിസൈൻ ചെയ്യുന്ന ആൾ അവർ പതുക്കെ പോക്കും, എന്നിട്ട് അതിന്റെ ബ്രാൻഡ് ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. പുതിയതായിട്ട് പുറത്തിറങ്ങുന്ന കാറുകളൊക്കെ ആ ഷേപ്പിൽ നിന്ന് വലിയ ഒത്തിരി നിസ്സാരമായിട്ട് വ്യത്യാസമുള്ളു. The engine is one and the same thing. മനസ്സിലായി? ബോട്ടം കാറുകളുടെ എഞ്ചിൻ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ് ടു സ്വിഫ്റ്റ് the engine is one and the same thing. അതിന്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് എഞ്ചിന് വേണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നത്, ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി, സിറ്റിംഗ് കപ്പാസിറ്റി എന്തെങ്കിലും കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുത്ത്. ഇതൊന്നും കാര്യമായിട്ടതൊന്നുമില്ല. നമ്മൾ പ്രതിമ ഉണ്ടാക്കിയിട്ട് ഒരു പൊട്ടിടുന്നത് പോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടുതലായിട്ട് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. എന്നിട്ട് ആ ഫീച്ചേഴ്സ് ഒക്കെ അവർ എഴുതി കാണിക്കും. നെവർ അവർ മൈലേജ് ഇത്ര കിട്ടുമെന്ന് എഴുതി കാണിക്കില്ല. കാരണം അവർക്കറിയാം എഞ്ചിൻ ഈസ് വൺ ആൻഡ് ദ സെയിം തിങ്. ഓക്കെ, ഇനി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഇവിടെ നമ്മൾക്കറിയാം പ്രൈസ് കേട്ടോ, OP വിലയുള്ളപ്പോൾ നമ്മൾക്ക് OP1 വിലയുള്ളപ്പോൾ നമുക്ക് OM ആണ് നമ്മൾക്ക് ഇത് വരുന്നത്. TP ആണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടും. കാരണം എന്താണ്? TP ആണ്, T ആൻഡ് P ആണ് ഒരു വസ്തു വിൽക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ മൊത്തം വിൽക്കുന്ന വസ്തു MP ആണ് അല്ലെങ്കിൽ MP ആണ്. അപ്പോൾ മൊത്തം കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് ഏരിയ, അതായത് P1, T1, T ആൻഡ് P, ഈ ഷെയ്ഡഡ് ഏരിയ ആണ് ഷോർട്ട് റണ്ണിൽ ഗ്രൂപ്പ് ഇക്വിലിബ്രിയത്തിൽ കിട്ടുന്നത്. നേരെ മറിച്ച് ലോങ് റണ്ണിൽ ഞാൻ പറഞ്ഞ പോലെ they are getting normal profit. കാരണം എന്താണ്? The average revenue curve and the long run average cost curve is tangent to the average revenue curve. MC and MR are equal output ആണ്, equilibrium ആണ്. പക്ഷെ they are getting, since it is tangent, മറ്റേതിനകത്ത് ടാൻജൻസി ഇല്ല. ആവറേജ് കോസ്റ്റ് കർവ് താഴെയാണ്, ആവറേജ് റവന്യൂ കർവിനെക്കാട്ടും താഴെയാണ്. ഒരെണ്ണം വിൽക്കുമ്പോൾ അവർക്ക് MP ആണ് കിട്ടുന്നത്, ചെലവാകുന്നത് MT മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ PT എന്ന് പറഞ്ഞാൽ അത്രയും ലാഭം കിട്ടും. മൊത്തം വിൽക്കുമ്പോൾ അവർക്ക് PT, T1 ആൻഡ് P അത്രയും ഷെയ്ഡഡ് ഏരിയ ലാഭം കിട്ടും. ഇവിടെ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ടാൻജന്റ് ടു ദി ആവറേജ് റവന്യൂ കർവ് ആൻഡ് therefore they are getting normal profits. ഈ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്. സെല്ലിംഗ് കോസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ആൾട്ടർ ദ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഫോർ ദ പ്രൊഡക്റ്റ്. ഡിമാൻഡ് കർവിൽ വ്യത്യാസം പറഞ്ഞാൽ കൂടുതൽ ആളുകൾ എന്റെ വസ്തു മേടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് പൈസ ഞാൻ കൂടുതലായിട്ട് ചെലവാക്കുന്നത്. അണ്ടർ ദ ഫോംസ് ഹാവ് ടു കോമ്പീറ്റ്. Cost on advertisement, publicity and salesman added to the cost and supply curve of the product while also contributing to the rise in demand. അപ്പോ കോസ്റ്റ് ഓൺ അഡ്വർടൈസ്മെന്റ്, പബ്ലിസിറ്റി ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഇതെല്ലാം നമ്മുടെ ഡിമാൻഡ് വർദ്ധിക്കുമെങ്കിലും അതനുസരിച്ച് നമ്മളുടെ സപ്ലൈ കർവിനും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തും. ദെൻ
സെല്ലിംഗ് കോസ്റ്റ് നമുക്കറിയാം, സാലറി, ഇൻസെന്റീവ്സ് ടു ദ റീറ്റെയിലേഴ്സ്, ദ ഡിസ്പ്ലേ ഓഫ് ദ പ്രൊഡക്ട്സ് ടു ദ ഡിസ്പ്ലേ. എല്ലാ ദിവസവും സാധനം എടുത്ത് പുറത്ത് വെക്കണം, വൈകുന്നേരം എടുത്ത് അകത്ത് വെക്കണം. അപ്പൊ സെയിൽസ്മാന് കുറച്ച് ഇൻസെന്റീവ്സ് കൊടുക്കും. അഡ്വർടൈസ്മെന്റ്, ദെൻ പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്തൊക്കെയാണ് എക്സ്പെൻസസ് വിച്ച് ആർ സ്പെൻഡ് ഓൺ? എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന്? ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാനുള്ള ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ വേണം. അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, ഡെലിവറി ചെയ്യണം ടു ദ ആക്ച്വൽ കസ്റ്റമേഴ്സ്. ഇതെല്ലാം ആണ് നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്. അത് കൂടാതെ നമുക്ക് സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സെല്ലിംഗ് കോസ്റ്റ്? എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്, to make awareness, to create awareness of that particular brand is known as selling cost. The concept of selling cost is based on buyers do not have any perfect knowledge. കാരണം എന്താണ്? എന്തെല്ലാം സാധനങ്ങൾ വിപണിയിൽ ഉണ്ടെന്ന് അവർക്ക് അറിയാൻ പാടില്ല. ഇത് അവെയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ദെൻ ബയേഴ്സിന്റെ ഡിമാൻഡും ടേസ്റ്റും വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അവർക്ക് ഒരു ബ്രാൻഡിനോട് ഇതില്ല, നിങ്ങൾ വേറെ ഒരെണ്ണം മേടിച്ചു നോക്ക്. അപ്പൊ ആദ്യം ചിലപ്പോൾ ഇത് വരുമ്പോൾ ഈ വിപണിയിൽ ഞാൻ ഓർക്കുന്നത് ഡോക്ടർ വാഷിന്റെ ഒരു ഇതുണ്ട്, ഡിറ്റർജന്റ് സോപ്പ് ഉണ്ട്. അതത് 10 രൂപക്ക് ഞാനൊരു പ്രൊവിഷ്യൽ കടയിൽ ചെന്നപ്പോൾ, മേ ബി ഇയേഴ്സ് ബാക്ക്, എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇത് നല്ലതാണ്, ഒന്ന് കൊണ്ടുപോയി നോക്ക്. സാറ് അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നേച്ചാൽ മതി. വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഇറ്റ്? ഇറ്റ് ഈസ് മോർ ദാൻ 40 rupees. ആദ്യം കൊണ്ടുവന്നപ്പോൾ അവര് ഇത് കാരണം അവര് മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കുറച്ച് അഡീഷണൽ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. പിന്നെ ഇതിനകത്ത് പറഞ്ഞത് കണ്ട, ആദ്യത്തേനകത്ത് അഡ്വർടൈസ്മെന്റിന്റെ ചെലവ് വളരെ കുറവാണ്, ദ ഡോണ്ട് അഡ്വർടൈസ്മെന്റ്. അപ്പോൾ ലാഭത്തിന്റെ തോത് വളരെ കുറവാണ്. രണ്ടാമത് അത് ലാഭത്തിന്റെ തോത്, കാരണം സെയിൽസ് വളരെ കുറവുള്ളു, കാരണം അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല. രണ്ടാമത് അവർ അഡ്വർടൈസ്മെന്റ് കുറച്ചുകൂടെ കൂട്ടിയപ്പോൾ, മനസ്സിലായോ, ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് വരെയും അഡ്വർടൈസ്മെന്റ് കൂട്ടിയപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ആളുകളായിട്ട് മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഡിമാൻഡ് OMൽ നിന്ന് OM1 ആയിട്ട് വർദ്ധിച്ചു, ലാഭത്തിന്റെ തോതും വർദ്ധിച്ചു. വീണ്ടും മൂന്നാമത് അഡ്വർടൈസ്മെന്റ് കാര്യമായിട്ട് വർദ്ധിച്ചപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഡിമാൻഡ് OMൽ നിന്ന് OM1ൽ നിന്ന് OM2 ആയിട്ട് വർദ്ധിച്ചു. People are now become aware of that particular product. There was a drastic increase in the sales of the products. അത് കാരണം അവരുടെ ലാഭത്തിന്റെ തോത് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. കാരണം എന്താ? പ്രൈസ് ടേക്കർ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ന്യൂമറസ് ബയേഴ്സ് ഉണ്ട്, ബട്ട് ദർ ഈസ്, കാരണം 2-3 മിനിറ്റും കൂടെ ഉള്ളു, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതെല്ലാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, കമ്പാരിസൺ ആണ്. ഇതൊന്ന് വായിച്ചു നോക്കി വെച്ചാൽ മതി, മനസ്സിലായോ? പെർഫെക്റ്റ് കോമ്പറ്റീഷന് ധാരാളം ഉൽപാദകരുണ്ട്, മേടിക്കുന്നവരുണ്ട്, വിൽക്കുന്നവരുണ്ട്. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്, പ്രൈസ് ടേക്കർ ആണ്. നേരെ മറിച്ച് പ്രൊഡക്റ്റ് അല്ല, സ്ലൈറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോ കോമ്പറ്റീഷൻ പ്രൈസ് മേക്കർ ആണ്. കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. Monopolistic competition, they can make price. Complete freedom of entry and exit, both in the perfect competition and monopolistic competition. In the short run also, there is entry or exit is ruled out in both forms of market. Okay. Ini behavioral differences. Demand curve, a monopoly firm negatively sloped curve ആണ്. നേരെ മറിച്ച് demand curve faced by a monopolistic competition is relatively elastic. അത് നിങ്ങൾക്കറിയാം. Then price is fixed in a perfect competition, but products sold by the competitive firms are perfect substitutes. Then monopoly, there are no rivals. In monopolistic competition, they have to incur selling cost. മോണോപ്പൊളിയിലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ചെലവ് അവർക്ക് വഹിക്കണം. എന്നെ പറഞ്ഞത് സെല്ലിംഗ് കോസ്റ്റ്. ഇതിനു വേണ്ടിയിട്ടാണ് ടു മേക്ക് അവെയർ ഓഫ് ദ പ്രൊഡക്ട്സ്. Then sellers of all markets follow the same principle. എന്തെല്ലാമാണ്? MC must AR is equal to MR, MC must is equal to MR, AR is equal to price. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും മോണോപ്പൊളി ആണെങ്കിലും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിലും അണ്ടർ ഓൾ ഫോംസ് ഓഫ് മാർക്കറ്റ്, നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന അണ്ടർ ഓൾ ഫോംസ് ഓഫ് മാർക്കറ്റ്, ദ കണ്ടീഷൻ ഈസ് വൺ ആൻഡ് ദ സെയിം ടൈം. ദെൻ ഒപ്റ്റിമൽ കപ്പാസിറ്റി ആൻഡ് സബ് optimal capacity of production. Then a competitive firm utilizes, competitive firm they will utilize its plant and machinery
കാരണം എന്താണ്? അണ്ടർ മോണോപ്പൊളി the demand curve is negatively sloped. Due to the nature of demand curve, a firm fails to operate at the minimum point of the monopolistic competition. They never operate at the AC curve. It operates somewhere to the left of the lowest monopolistic competition. Wastage ഉണ്ടാകാൻ സാധ്യതയുണ്ട്. imperfect competition അത്രയും ഇല്ല. higher price is charged and lower output is produced. ഒരു monopoly പോലെ തന്നെ monopolistic competitionൽ lower price ആണ് ചാർജ് ചെയ്യുന്നത്, പക്ഷേ lower output ആണ്. perfect competition, ideal market where social welfare is maximized and social welfare gets reduced in monopoly or in monopolistic competition. Thank you.